ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 13ാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഉപവാസത്തെക്കുറിച്ചുള്ള തർക്കമാണ് ഇവിടെ നടക്കുന്നത്. ഈശോ പറയുന്ന ഒരു വളരെ സ്പിരിച്വാലിറ്റിയായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വാക്യം നമുക്ക് ഈ സുവിശേഷ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. ആത്മീയതയായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വാക്യമാണ്, അല്ലെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്ന ഒരു വാക്യം. വാക്യം ഇങ്ങനെയാണ്: ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണിക്കഷ്ണം തുന്നി പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തയ്ച്ചു ചേർത്ത തുണിക്കഷ്ണം വസ്ത്രത്തിൽ നിന്നും കീറിപ്പോരുകയും കീറൽ വലുതാകുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് ഒഴുകിപ്പോവുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. അതിനാൽ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കുക. അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും. സത്യത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ആത്മീയമായ കാര്യങ്ങളിൽ റിപ്പയർ ചെയ്ത് സംഭവങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാതിരിക്കുക, റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതൊരു റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ചില ആത്മീയ പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ അതിങ്ങനെ നമ്മുടേതായ ചിന്തകളാകുന്ന പുതിയ തുണിക്കഷ്ണം വെച്ച് തുന്നിച്ചേർത്ത് അത് റെഡിയാക്കി എടുക്കാം. നമ്മളുടെ ചിന്തകൾ കൊണ്ട് നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് നമ്മളൊന്ന് പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു, പുതിയ പുത്തൻ ഇങ്ങനെ ഒരു പ്ലാനൊക്കെ തയ്യാറാക്കുന്നു. അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ പുതുക്കാനായിട്ടൊന്ന് ശ്രമിക്കുകയാണ്. അതാണ് ഈ പഴയ വസ്ത്രത്തിൽ പുതിയ തുണിക്കഷ്ണം നമ്മൾ ചേർക്കാൻ ശ്രമിക്കുന്നു പറയുന്നത്. ഈശോ പറയാണ്, ഈ പഴയ തുണിക്കഷ്ണത്തിൽ പഴയ തുണിക്കഷ്ണം തിന്നി ചേർക്കണ്ട, പുതിയ തുണിക്കഷ്ണം തിന്നി ചേർക്കണ്ട. നീ ആ പഴയ വസ്ത്രം അങ്ങ് മാറ്റുക, പുതിയ വസ്ത്രം ധരിക്കുക. ഇതാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതായത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആത്മീയ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളൊക്കെ ഓരോ കാലഘട്ടങ്ങളിലായിട്ട് നമുക്ക് ലഭിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ പഴകി തുടങ്ങി, കീറി തുടങ്ങി. അപ്പോൾ നമ്മൾ നമ്മുടേതായ ചിന്തകൾ കൊണ്ട്, നമ്മുടേതാവുന്ന പുതിയ ചിന്തകൾ, പുത്തൻ ആശയങ്ങളൊക്കെ കൊണ്ട്, പുതിയ പദ്ധതികൾ, പുതിയ തീരുമാനങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ ഒന്ന് പുതുക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ കീറിപ്പോകുന്നുള്ള ഉറപ്പുള്ള കാര്യമാണ്. ഈശോ പറയാനല്ല, ആ വസ്ത്രം അങ്ങ് മാറ്റി വെക്കുക, ഉരിഞ്ഞു മാറ്റുക, ക്രിസ്തുവിനെ വസ്ത്രമായി ധരിക്കുക. പൗലോസ് പറയുന്ന പോലെ ക്രിസ്തുവിനെ വസ്ത്രമായി ധരിക്കുക, പുതിയ ഒരു ജീവിത ശൈലിയിലേക്ക് പ്രവേശിക്കുക. ബൈബിൾ വായന ആണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. പല കാര്യങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കാമെങ്കിലും എനിക്കിത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ബൈബിൾ വായനയാണ്. നമ്മുടേതായ ആശയങ്ങളുടെ പുതിയ തുണിക്കഷ്ണങ്ങളൊക്കെ മാറ്റി വെക്കുക, എന്നിട്ട് ബൈബിൾ വായിച്ച് ബൈബിളിലൂടെ ക്രിസ്തു നമ്മളോട് സംസാരിക്കുന്ന പുതിയ വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക. പകലിന് യോജിച്ച വിധം ജീവിക്കുക, വെളിച്ചത്തിന്റെ വസ്ത്രം ധരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള റോമക്കാർക്ക് എതിരെടുത്തു നിന്നുള്ള അഗസ്റ്റീനസിനെ സ്വാധീനിച്ച ആ വാക്യമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. പുതിയ വസ്ത്രം ധരിക്കുക. രണ്ടാമത് പറയുന്നത് ഇങ്ങനെയാണ്: ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞൊഴുകി പോവുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. നമ്മുടെ പുത്തൻ ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു തെറ്റ് ചെയ്ത് കുറ്റബോധം അത് തിരുത്തി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നതാണ് പുതിയ ജീവിതം. അതാണ് പുതിയ വീഞ്ഞ്. പക്ഷേ പഴയ തോൽക്കുടമാകുന്ന പഴയ ജീവിത ശൈലിയിൽ അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കയറി പോകത്തുള്ളൂ, അത് നിലനിൽക്കത്തില്ല. അപ്പൊ എന്താണ് ഈ പുതിയ തോൽക്കുടം? പുതിയ തോൽക്കുടം ഉണ്ടാക്കുക, അതിനകത്ത് പുതിയ വീഞ്ഞ് ഒഴിച്ചു വയ്ക്കുക. എന്താണ് ഈ പുതിയ തോൽക്കുടം? കുംഭസാരത്തിലൂടെ നവീകരിക്കപ്പെട്ട മനുഷ്യൻ, അതാണ് പുതിയ തോൽക്കുടം. നമ്മൾ കുംഭസാരത്തിലൂടെ നവീകരിക്കപ്പെടുകയാണെങ്കിൽ നമ്മളുടെ പുതിയ തോൽക്കുടമായി മാറുകയാണ്. അതിലേക്ക് സ്വീകരിക്കുന്ന ക്രിസ്തു ചൈതന്യമുള്ള ആശയങ്ങളും ചിന്തകളും തീരുമാനങ്ങളും പദ്ധതികളും എല്ലാം തന്നെ നമ്മളിൽ നിലനിൽക്കും. അപ്പോൾ കുംഭസാരിച്ച് പുതിയ വീഞ്ഞുകുടമായി മാറുക, തോൽക്കുടമായി മാറുക. ഇതാണ് നമ്മളോട് ഈശ്വരൻ ആവശ്യം. ആത്മീയതയുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ, ബൈബിൾ വായനയും കുംഭസാരവുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മളിതിനെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. പഴയ വസ്ത്രത്തോട്, പഴയ കീറിപ്പോയിക്കൊണ്ടിരിക്കുന്ന പഴകിപ്പോയ നമ്മുടെ ആശയങ്ങളോട് പുതിയ ആശയങ്ങൾ ചേർത്ത് വെച്ച് ജീവിതത്തെ റിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ തെറ്റി. നിനക്കത് പറ്റത്തില്ല, കീറിപ്പോകും. പകരം എൻ്റെ ആശയങ്ങളാകുന്ന വചനമാകുന്ന പുതിയ വസ്ത്രം നീ മൊത്തത്തിൽ ധരിക്കുക. നിന്റെ മൊത്തം തീരുമാനങ്ങൾ നീ മാറ്റുക, എന്നിട്ട് വചനം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. അതാണ് പുതിയ വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നുണ്ട്. പഴയ വസ്ത്രത്തിൽ പുതിയ വസ്ത്രം തുന്നി ചേർക്കാതെ പുതിയ വസ്ത്രം ധരിക്കുക. എന്നിട്ട് രണ്ടാമത് പറയുന്നതാണ് പുതിയ തോൽക്കുടത്തിൽ പഴയ വീഞ്ഞ് ഒഴിച്ചു വെക്കാനായിട്ട് നിൽക്കരുത്. അതായത് പുതിയ
പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടത്തിൽ ഒഴിച്ചു വെക്കാണ്ട് നിൽക്കരുത്. അതായത് നമ്മുടെ നവീകരിക്കപ്പെടാത്ത ഒരു ജീവിതം, കുമ്പസാരിക്കാത്തൊരു ജീവിതത്തിലേക്ക് കുറേ ആശയങ്ങളും ചിന്തകളും തീരുമാനങ്ങളും ഒക്കെ, അത് വളരെ ഡിവൈൻ ആയിരിക്കാം, ഒരു ധ്യാനം കൂടിയൊക്കെ എടുത്ത് തീരുമാനമായിരിക്കും. പക്ഷെ പുതിയ തോൽക്കുടമായിട്ടില്ലേ, കീറിപ്പോവും. പുതിയ തോൽക്കുടമാകുക, പുതിയ വീഞ്ഞ് ഒഴിച്ചു വെക്കുക, നിലനിൽക്കുക, നിത്യതയിലേക്ക് നിലനിൽക്കുക എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ഈ രണ്ട് വചനഭാഗങ്ങളിലൂടെ, രണ്ട് വാക്യങ്ങളിലൂടെ, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിലെ 16-17 വാക്യങ്ങളിലൂടെ വസ്ത്രത്തിന്റെയും തോൽക്കുടത്തിന്റെയും സംഭവങ്ങൾ വഴി ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് വചനമനുസരിച്ചുള്ള ജീവിതവും കുമ്പസാരിച്ച് പുതിയ തോൽക്കുടമായി മാറാനുള്ള ആഹ്വാനവുമാണ്. നമുക്ക് ഈ രണ്ട് ചിന്തകളെയും ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തെ കുറെ കൂടി മെച്ചപ്പെട്ടതാക്കാനുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.